ഓരോ മഠത്തിന് നേരെയുള്ള അതിക്രമങ്ങളും നിങ്ങളുടെ ഫാസിസ ചിന്താഗതിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാമി സന്ദീപാനന്ദഗിരി എന്ന സഖാവ് ഷിബുവിന്റെ ആത്മീയതയിലേക്കുള്ള ചോദ്യം ചെയ്യലാണ് നിങ്ങൾ നടത്തിയത്. അദ്ദേഹത്തിന്റെ ജ്ഞാനദൃഷ്ടിയായാലും ആത്മപ്രഭാഷണത്തിലായാലും ആ CCTV നിശ്ചലമായി. അതൊരു തെറ്റല്ല. പെട്ടെന്ന് തന്നെ മന്ത്രിമാർ വിവരം പറഞ്ഞില്ലേ, അവരവിടെ വന്നില്ലേ, സന്ദർശിച്ചില്ലേ? നിങ്ങൾ അദ്ദേഹത്തിന്റെ ആ ഒരു ജ്ഞാനദൃഷ്ടിയെ വിലയിരുത്തണം. അതും കൂടാതെ അദ്ദേഹത്തിന് ഒരുമാതിരി അവഹേളിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾ വിടുക. അദ്ദേഹം ആരാണ്? അദ്ദേഹം സഖാവ് ഷിബുവാണ്. അദ്ദേഹത്തിന്റെ DYP പാരമ്പര്യത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുക. ഇല്ല, തളരില്ല. ഇൻഷുറൻസ് ഇല്ലാത്ത ഒരു മാരുതി കാർ കത്തിയത് കൊണ്ടോ, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇല്ലാത്ത ഏറ്റവും പഴയ വാഹനങ്ങൾ കത്തിയത് കൊണ്ടോ അദ്ദേഹം സന്യാസിയായ അദ്ദേഹത്തിന് AC ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? ഹിമാലയത്തിൽ തണുപ്പില്ലേ? ഹിമാലയത്തിലെ തണുപ്പ് നേരിട്ട് കിട്ടാൻ വേണ്ടിയല്ല അദ്ദേഹം അവിടെ ഈ പരിപാടിയായിട്ട് നിന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ സന്യാസി സമൂഹം, ഞാൻ ഉൾപ്പെടെയുള്ള സന്യാസി സമൂഹത്തിനെതിരെയുള്ള ഈ ഫാസിസ്റ്റ് വിരുദ്ധ പരിപാടികള് സംഘപരിവാറും BJPയും മറ്റുള്ളവരൊക്കെ അവസാനിപ്പിക്കണം. കേട്ടാവുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് നല്ലൊരു പ്രവണതയല്ല. ഈ സഖാവ് ഷിബു മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥ പ്രകാരമാണെന്നൊക്കെ നിങ്ങൾ പറയണം. അദ്ദേഹം ഗാഠനിദ്രയിലായിരുന്നു, യോഗനിദ്രയിലായിരുന്നു. ആ യോഗനിദ്രയിലായിരുന്നപ്പം അദ്ദേഹത്തിന് പുറത്തു നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയത്തില്ല. വിവേകാനന്ദൻ എന്ന് പറയുന്ന സ്വാമിയുടെ ശരീരത്തിൽ മുഴുവൻ കൊതുക് വന്നിരുന്നാൽ പോലും ഒരിക്കലും അറിയാൻ പറ്റില്ല. അപ്പം അതിക്രമം നടന്നെന്നത് എങ്ങനെ അറിയാനാണ്? നിങ്ങൾ പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നത്? അദ്ദേഹത്തിന്റെ ആ താത്വിക അവലോകനത്തെക്കുറിച്ച്, കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. അദ്ദേഹം മാർക്സിസ്റ്റാചാര്യനായ കാറൽ മാർക്സിനെ പറ്റി യോഗനിദ്രയിൽ ആണ്ടുകൊണ്ട് ലെനിനും ഖുഷോച്ചോയ്ക്കും സ്റ്റാലിനും ഒക്കെ ആയിട്ടുള്ള ആ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് സംഭവിച്ചൊരു കാര്യമാണ്. ഇനി ഇത്രയധികം പരിഹസിക്കാൻ എന്തെങ്കിലും CCTV പറയുന്നത് തപശക്തിയിലാണ്. സെക്യൂരിറ്റി പിണങ്ങിപ്പോയത് അദ്ദേഹം ശകാരം പറഞ്ഞതല്ല. എന്തുകൊണ്ടുമാണ് സ്വാമിജി ആവശ്യപ്പെട്ടത്? നമ്മൾ ആവശ്യപ്പെട്ടു, നമ്മൾ എന്തുകൊണ്ട് വെള്ളം അടിച്ചില്ല എന്ന് ചോദിച്ചു. അപ്പോഴാണ് സെക്യൂരിറ്റിക്ക് മനസ്സിലായത് അപ്പുറത്ത് അങ്ങോട്ട് പോകണം, ബിവറേജാണ് തൊട്ടപ്പുറത്ത്, അവിടെ പോയി ബിവറേജിൽ പോയി ഒരു കുപ്പി വാങ്ങിക്കണം, എന്നിട്ട് വെള്ളം അടിക്കണം. വെള്ളം അടിച്ചിട്ട് വന്നപ്പോൾ സ്വാമി പറയും, നിങ്ങൾ എന്തുകൊണ്ട് വെള്ളം അടിച്ചില്ല എന്ന് ചോദിച്ചപ്പോഴാണ് അടിച്ചുകൊണ്ട് വന്ന ആ മനുഷ്യനെ പോലും അടിച്ചില്ല എന്ന് സ്വാമിജി പറഞ്ഞു. അത് നിങ്ങൾ മനസ്സിലാക്കട്ടെ. അപ്പൊ കേരളത്തിന്റെ താത്വിക അവലോകനത്തെക്കുറിച്ചും ഞങ്ങൾ സ്വാമിമാരുടെ നേരെയുള്ള കയ്യോഗമാണ്. ശബരിമല അടുത്ത അയ്യപ്പന് പകരം ഞങ്ങൾ പ്രതിഷ്ഠിക്കാൻ പോകുന്ന ഒരാളാണ് സന്ദീപാനന്ദ ഗിരി എന്ന സഖാവ് ഷിബു. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു കാര്യം, ഭീഷണിപ്പെടുത്തലും മറ്റതും മറിച്ചതും ഒന്നും സംഘപരിവാറ് BJP ഇതൊന്നും ഇവിടെ പോകില്ല. ഞങ്ങൾ സ്വാമിമാരിവിടെ ഉണ്ട്. നിങ്ങള് നമ്മളെ ആശ്രമം തല്ലിപ്പൊളിപ്പിക്കാനൊക്കെ ഇങ്ങോട്ട് പോവാ. കേട്ടോ, സന്ദീപാനന്ദഗിരി എന്ന് പറയുന്ന ആൾ ആരാണെന്ന് നിങ്ങൾ ഇനി അറിയും. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കുക, സഖാവ് ഷിബുവിനെതിരെ കഴിക്കുന്നത് ഫാസിസമാണ്. ഈ CCTV ഓഫായത് എന്താണ്? സെക്യൂരിറ്റി വേണമെങ്കിൽ CBI അന്വേഷണം വേണം. ഞങ്ങള് മഠത്തിന്റെ അധാവധികൾ എന്ന നിലയിൽ ഞങ്ങൾ ആവർത്തിക്കുകയാണ്. ഞങ്ങൾക്ക് വളരെ ക്ഷീണമുണ്ട് ഇതിനകത്ത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളല്ല ഇതിനകത്ത് ഞങ്ങൾ കേരളീയ പ്രബുദ്ധ ജനത നമ്മുടെ കൂടെ കൂടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സന്ദീപാനന്ദഗിരി കീ ജയ്. അദ്ദേഹമാണ് ശരി, സഖാബ് ഷിബുവാണ് ശരി. ഇനിയും ഇൻഷുറൻസ് ഇല്ലാത്ത കാറുകളും ഇനിയും ഇൻഷുറൻസ് ഇല്ലാത്ത പല സാധനങ്ങളും, മഠത്തിന്റെ മുമ്പിലുള്ള പല സാധനവും നിങ്ങൾ ഇങ്ങനെ തല്ലിപ്പൊട്ടിക്കണം, ഫാസിസമാകണം. അതുകൊണ്ട് സഹാക്കളെ, സുഹൃത്തുക്കളെ, എന്റെ പ്രിയ സംഘപരിവാർത്തങ്ങളെ, നമ്മളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയാണോ? ക്ഷമിക്കടോ. എല്ലാരെയും നാം ശപിച്ചിരിക്കുന്നു.